നഹാ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു. അയ്യുജസ്സൽ ഖബർ, ഖബറുകൾ കുമ്മായമടിക്കുക, അത് വെള്ളപൂശി വെളുപ്പിച്ച് കൊണ്ട് നടക്കുക. വയ്യുഖഅദ അലൈഹി, ആ ഖബറിന്റെ മേൽ ഇരിക്കുക. വയ്യുബിനാ അലൈഹി, അതിന്റെ മേൽ എടുപ്പുണ്ടാക്കുക, ടാറം നിർമ്മിക്കുക. ഒന്നുകിൽ ഖബറിനെ ഉള്ളിലാക്കി അതിന്റെ പുറത്ത് നിർമ്മിക്കുക, അല്ലെങ്കിൽ ആയിട്ടില്ല. വയ്യുബിനാ അലൈഹിന്റെ ഈ ഹി എന്നതിന്റെ ലമീർ എവിടത്തേക്കാ? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുഖഅദ അലൈഹി. ഈ അലൈഹിന്റെ ലമീർ എവിടത്തേക്കാ മടങ്ങുന്നത് മൗലവി? ഖബറിലേക്ക്. ഖബറിന്റെ മീത്തെ ഇരിക്കുന്നതിനെ വിരോധിച്ചു. വഅൻ യുബ്ന അലൈഹി, ഖബറിന്റെ മേലിൽ ഈ ഹി എന്നുള്ള ലമീർ എവിടത്തേക്കാ? രണ്ടാമത് എവിടത്തേക്കാ മൗലവി? അയാള് ഇടയിൽ തട്ടി വിടുന്ന കേട്ടോളൂ. ഖബറിനെ അകത്താക്കിയിട്ട് പുറത്ത് ബിൽഡിംഗ് എടുക്കുക എന്നാണ് അയാൾ അർത്ഥം വെക്കുന്നത്. ഖബറിന്റെ മേലിൽ കെട്ടിടം എടുക്കുന്നത് വിരോധിച്ചു. ഖബർ ഉള്ളിലാക്കി അതിന്റെ പുറത്ത് കെട്ടിടം ഉണ്ടാക്കാൻ പാടില്ല എന്ന് എവിടെയാണ് മൗലവി ആ ഹദീസിലുള്ളത്? ഹി എന്നുള്ള ലമീർ എവിടത്തേക്കാ മടങ്ങുന്നത്? അള്ളാന്റെ റസൂൽ വിരോധിച്ചു ഖബറിന് കുമ്മായമിടുന്നതിനെ വിരോധിച്ചു. എന്തേ കുമ്മായത്തിന് പ്രത്യേക പറയാൻ കാരണം? അത് ഇമാമിങ്ങൾ വിശദീകരിച്ചത് കാണാം. കുമ്മായം തീനാലുണ്ടാക്കപ്പെട്ട വസ്തുവാണ്. തീ കൊടുത്തുണ്ടാക്കുന്ന സാധനമാണ്, കത്തിച്ച്. അത് ഖബറിലേക്ക് തീനെ സ്പർശിപ്പിക്കുക എന്നത് ഒരു അപശകുനമാണ്. തീയാണല്ലോ. അതുകൊണ്ട് ഖബറിലേക്ക് കുമ്മായമിടുന്നതിന് റസൂലുള്ള വിരോധിച്ചു. കാരണം അത് തീയാൽ ഉണ്ടാക്കപ്പെടുന്ന സാധനമായതുകൊണ്ട് ഖബറിലേക്ക് അതിനെ ചെയ്യുന്നത് നല്ലൊരു സ്വഭാവമല്ല. എവിടെ ഉണ്ട്? കിതാബിൽ കാണിച്ചു തരാം, ഇരിക്കട്ടെ. ആ ഖബറിന്റെ മേലെ ഇരിക്കലിനെയും വിരോധിച്ചു. ഖബറിന്റെ മീത്തെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മൗലവി? ഇവിടെ ഖബറുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പാടില്ല എന്നാണോ? അല്ല, ഖബറിന്റെ മേലെ ഇരിക്കാൻ പാടില്ല എന്നാണോ? ഒരു ഖബറുണ്ട്, ആ ഖബറിന്റെ പരിസരത്ത് ഇരിക്കാൻ പാടില്ല എന്നാണോ ഹദീസിന്റെ അർത്ഥം? അല്ല, ഖബറിന്റെ മേലെ ഇരിക്കാൻ പാടില്ല എന്നാണോ അർത്ഥം? എന്താണ് അർത്ഥം? ഒരു ഖബറുണ്ടെന്ന് വെച്ചോളി, ഇത്ര സ്ഥലത്ത് ഒരു ഖബറുണ്ട്. ആ ഖബറിന്റെ അപ്പുറത്ത് ഇരിക്കാൻ പാടില്ല, ഇപ്പുറത്ത് ഇരിക്കാൻ പാടില്ല എന്ന ഹദീസിന് അർത്ഥമുണ്ടോ? ഇല്ല. അപ്പുറത്ത് ഇരിക്കുക, ഇപ്പുറത്ത് ഇരിക്കുക, അവിടെ ചവിട്ട, ഇവിടെ ചവിട്ട. ഖബറിന്റെ മീത്തെ ഇരിക്കാൻ പാടില്ല, ഖബറിന്റെ മേലെ ചവിട്ടാനും പാടില്ല. രണ്ട് ലമീറും, ഈ ലമീർ എവിടത്തേക്കാ മടങ്ങിയത്? ഖബറിലേക്ക്. നേരത്തെ എങ്ങനെയാണോ ലമീർ മടങ്ങിയത്, ആ ഖബറിന്റെ മേലിൽ ബിൽഡിംഗ് കെട്ടാൻ പാടില്ല. ഖബറിനെ അടിയിലാക്കി ആ ഖബറിൽ തന്നെ ഫില്ലർ ഇടുക, ഖബറിനെ ബിൽഡിങ്ങിന്റെ അടിയിലാക്കി അതിന്റെ മീത്ത് തന്നെ കെട്ടിടം എടുക്കുക, ഖബറിന് അടിയിലാക്കിയിട്ട് അത് പാടില്ല. അല്ലാതെ ഖബർ മധ്യത്തിലായി അതിന്റെ ചുറ്റുഭാഗത്ത് ബിൽഡിംഗ് എടുക്കാൻ പാടില്ല. ഈ ഹദീസിൽ എവിടെ ഉണ്ട്? അത് കാണിച്ച. ഈ ഹദീസിൽ എവിടെ ഉണ്ട്? ഞാൻ ചോദിക്കട്ടെ മൗലവിമാരോട്, ഈ മൗലവിമാരോട് ഞാൻ ചോദിക്കുന്നു, ഖബർ ഉയർത്തിക്കെട്ടുന്നതും ഖബർ രണ്ട് കാര്യമുണ്ടല്ലോ. ഒന്ന് ഖബർ ഉയർത്തിക്കെട്ടുക, ഒരു ചാണ് മാത്രമേ ഉയർത്താൻ പാടുള്ളൂ എന്ന് മൗലവി പറയുന്നു. ഒരു ചാണ് മാത്രമേ ഉയർത്താൻ പാടുള്ളൂ എങ്കിൽ ഒരു ചാണിനേക്കാൾ അധികം ഉയർത്തുന്നതിന്റെ കർമ്മശാസ്ത്ര നിയമം എന്താണ്? ഹറാമെന്നാണോ ശിർക്കെന്നാണോ? എന്താണ് നിയമം? ശിർക്കാണെങ്കിൽ എന്താകണത്? ഹറാമാവണ്ടേ അല്ലേ? ഇവര് പറയുന്നതോ ഖബറിനെ ഒരു ചാണിനേക്കാൾ അധികം ഉയർത്തുന്നത് ഖബർ ആരാധനയാണ്, ഖബർ പൂജയാണ്. ഖബർ ആരാധനയാണെങ്കിൽ അതെന്താകണം? ശിർക്കാകണം അല്ലേ? ശിർക്കായാലോ ഹറാമാകണം. എന്നാ ഇമാമിങ്ങൾ എന്താ ഇതിനെ പറ്റി പറഞ്ഞത്? സാധാരണക്കാരാണ് മറ്റു മഹാന്മാരെ ഖബറിന് പിന്നെ പറയാം. സാധാരണക്കാരന്റെ ഖബർ തന്നെ ഒരു ചാണിനേക്കാൾ അധികമാകുന്നതിന്റെ വിധി കേവലം കറാഹത്ത് മാത്രമേ ഉള്ളൂ. കേവലം കറാഹത്ത്, ഹറാമല്ല, ശിർക്കല്ല. ഞാൻ ചോദിക്കട്ടെ മൗലവിമാരെ,
നിങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇവിടെ എല്ലാം ചക്കര കഞ്ഞാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഖബർ ഉയർത്തുന്നതും അവിടെ കെട്ടിടം കെട്ടുന്നതും അതുപോലെ അവിടെ സിയാറത്ത് ചെയ്യുന്നതും അവിടെ തൊട്ടുമുത്തുന്നതും ഒക്കെ ഒരേ ഗണത്തിൽ പെടുത്തിയിട്ട് അത് ഖബറാരാധനയാണ്, ഖബർ പൂജയാണ്, ശിർക്കാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തില്, ഏതെങ്കിലും ഒരു ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തില് ഖബറിനെ ഒരു ചാണിൽ നിന്ന് അധികം ഉയർത്തുന്നത് ശിർക്കാണ്, അത് ഖബറിനെ ആരാധിക്കലാണ്, അത് പൂജ നടത്തലാണെന്ന് എഴുതിയ ഏതെങ്കിലും ഒരു കിതാബിനെ ഹാജരാക്കാൻ മൗലവിമാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. കൊണ്ടുവാ കിതാബ്. ഒരു ചാണിനേക്കാൾ ഉയർത്തുന്നത് ഖബർ ആരാധനയാണ്, പൂജയാണെന്ന് പറഞ്ഞൊരു കിതാബ് ഖറാത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അത് പൂജയാണ്, ഖബറിനെ ആരാധിക്കലാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു മൗലവിമാരോട്, അതിന്റെ മേലെ കെട്ടിടമുണ്ടാക്കുന്നത് അള്ളാന്റെ റസൂൽ വിരോധിച്ചിരിക്കുന്നു എന്നതിന്റെ അലൈഹിന്റെ ലമീർ എവിടേക്കാണ് മടങ്ങുന്നത്? അർത്ഥം വെക്ക് മൗലവി. ഇനി അടുത്തൊന്ന് കേൾപ്പിച്ചിട്ട് പറയാം.